ഹായ് ഹാൻസം. ഇതാണ് സാറിന്റെ റൂം. അതായത് ഭാവിയിൽ നമ്മുടെ ബെഡ്റൂം. കൊള്ളാം, നല്ല ആംബിയൻസ്. ഈ റൂം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ റൂം മാത്രല്ല, ഈ റൂമിൽ താമസിക്കുന്ന ആളെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ ഞാൻ നിന്റെ അധ്യാപകനല്ലേ? അതങ്ങ് ക്യാമ്പസില്. ഇവിടെ കല്യാണം ഉറപ്പിച്ച പെണ്ണും ചെറുക്കനോ നമ്മള്. ഇവിടെ നമ്മള് ഫ്രീയാ. നമ്മളെ ചോദ്യം ചെയ്യാനോ തടയാനോ ഇവിടെ ആരുമില്ല. എന്താ ആരെങ്കിലും ഇങ്ങോട്ട് കയറി വന്നാ എന്തു വിചാരിക്കും? അതിന് ഞാനിവിടെ ഒളിച്ചു പാത്തൊന്നും വന്നതല്ല. മഹിയുടെ അച്ഛന്റെ അമ്മയുടെയും അറിവോടും സമ്മതത്തോടെയാണ് ഞാനിവിടെ വന്നത്. ഈ വീട്ടില് എനിക്ക് എല്ലാ ഫ്രീഡവും ഉണ്ടെന്നാ ദി ഗ്രേറ്റ് രമാദേവി പറഞ്ഞത്. പിന്നെ നമ്മൾ ആരെ പേടിക്കാനാ? ഈ മുറിയില് ദക്ഷയുടെ അനുവാദം ഇല്ലാതെ കയറി വരുന്നവരാണ് പേടിക്കേണ്ടത്. ഓഹോ, മന്ത്രിയുടെ മോൾക്ക് ഇത്രയ്ക്ക് അഹങ്കാരോ? ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. റൊമാൻറ്റിക് സങ്കല്പങ്ങളൊന്നുമില്ലേ? നമ്മൾ, നമ്മുടെ ഭാവി, നമ്മുടെ കുടുംബജീവിതം, അങ്ങനെ നമുക്ക് സംസാരിക്കാൻ എന്തെല്ലാം ടോപ്പിക്സ് ഉണ്ട്. എനിക്കങ്ങനെ സങ്കല്പങ്ങളൊന്നുമില്ല. ഞാൻ ആർക്കൊരു ഡിസ്റ്റർബൻസ് ആവില്ലെന്ന് മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ ക്ലാസ്സിൽ വാദോരാതെ സംസാരിക്കുന്ന ആളാണല്ലോ. ക്ലാസ് കേട്ടോണ്ടിരിക്കാൻ എന്ത് രസാന്നറിയോ? അത് അക്കാഡമിക് വിഷയം. ഇല്ല, അല്പം പോലും റൊമാൻറ്റിക് അല്ലാത്ത മഹിയെ ഞാൻ റൊമാൻറ്റിക് ആക്കി മാറ്റും. അതല്ലേ ലൈഫിന്റെ ഒരു ത്രില്ല്. റൊമാൻറ്റിക് അല്ലാത്ത ഹസ്ബൻഡിനെ കിട്ടുന്നതാ ഒരു പെണ്ണിന് ഏറ്റവും നല്ലത്. ദക്ഷവാ, തനി വീട് മുഴുവൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഈ വീട് മൊത്തത്തിലൊന്ന് ചുറ്റിയാണെന്ന് കാണിച്ചു തരാം. അതൊന്നും വേണ്ട മഹി, തന്റെ റൂം ഞാൻ കണ്ടല്ലോ. ഈ റൂമിലാണല്ലോ നമ്മൾ ഇനി ഒന്നിച്ച് കഴിയാൻ പോകുന്നേ. എനിക്ക് അത്രയും മതി. ഐ എം ഹാപ്പി. പോരാ, തനി വീട് മുഴുവൻ കാണണം. താവാ, ഞാൻ വീടൊക്കെ ഒന്ന് കാണിച്ചു തരാം. ദക്ഷവാ, ഞാൻ വീടൊക്കെ ഒന്ന് കാണിച്ചു തരാം. വാ. He's so cute. മാഷേ, അല്ലെങ്കിൽ വേണ്ട, മഹി, അതാ നല്ലത്. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല മൊമെന്റ്സിലേക്ക് നമ്മൾ അടുത്തോണ്ടിരിക്കുക. മാരേജ് ഏറ്റവും ഗ്രാൻഡ് ആയിട്ടായിരിക്കും നടക്കേണ്ടത്. അതായത് ഇന്നും നമ്മുടെ മാരേജിനെ കുറിച്ച് ആൾക്കാർ ഓർക്കണം. മറ്റുള്ള വിവാഹങ്ങളുമായിട്ട് കമ്പയർ ചെയ്യണം. നമ്മുടെ വിവാഹത്തോളം കേമമായി മറ്റാർക്കും ഒരു വിവാഹ ചടങ്ങും നടത്താൻ സാധിക്കരുത്. ഒരാണും പെണ്ണും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്ന ചടങ്ങാ മാരേജ്, അല്ലാതെ ഉത്സവമൊന്നുമല്ല. ഓഫ് കോഴ്സ്, വിവാഹം എന്ന് വെച്ചാ ഒരാണും പെണ്ണും തമ്മിലുള്ള ഒത്തുചേരല. ധർമ്മകല്യാണം കെട്ടിക്കൊണ്ടുവരേണ്ട ഗതി മഹിക്കുണ്ടാവില്ല. ഞങ്ങളുടെ രണ്ടുപേരുടെയും തറവാടുകളുടെ അന്തസ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിക്കും.
ഐശ്വര്യ, എന്താ ഇത്? എന്റെ കാര്യത്തില് സാർ എന്തുകൊണ്ട് ഇടപെടാത്തെ? ഞാൻ നിന്റെ ഭർത്താവാണ്, ഒപ്പം ഈ കുടുംബത്തിന്റെ മൂത്ത മകനും. അതിന്റെ പക്വതയോടെ മാത്രമേ എനിക്ക് ഏത് കാര്യത്തിലും ഇടപെടാൻ കഴിയൂ. എന്നുവെച്ചാ ഞാൻ ഈ വിഷയത്തിൽ നേരിട്ടിടപെട്ട ഇവിടെ എല്ലാവരുടെയും പരസ്പര ബന്ധങ്ങൾ തകരും. അതുകൊണ്ടുള്ള നഷ്ടങ്ങൾ വളരെ വലുതായിരിക്കും. ഈ വിഷയം ഞാൻ അമ്മയോട് പറയാം. മേലിൽ ദക്ഷൻ നിന്നെ അപമാനിക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടാവില്ല. ഇവിടെ പ്രശ്നം അത് മാത്രമല്ല, ഈ വീട്ടിലെ അമ്മ പോലും എന്നെ അംഗീകരിച്ചിട്ടില്ല. അമ്മ അംഗീകരിക്കാത്ത നിലയ്ക്ക് മറ്റാരാ അംഗീകരിക്കുക? സാധാരണ ഇങ്ങനെയല്ലല്ലോ ചിന്നു പറയാറ്. ഇന്നെന്താ വലിയ ടെൻഷൻ ഉള്ളതുപോലെ? എന്തു പറ്റി? ആ ദക്ഷയുടെ മുന്നിൽ ചെന്ന് പെടണ്ടെന്ന് വെച്ചിട്ടാ ഞാൻ മാറി നിൽക്കുന്നത്. ഒരു വല്ലാത്ത സ്വഭാവം അവളുടേത്. അല്ലെങ്കിൽ തന്നെ രമ മാഡത്തിന് എന്നെ ഇഷ്ടമല്ല. ഇനി ഇവളും കൂടെ പ്രശ്നം ഉണ്ടാക്കി അത് വലിയ പ്രശ്നമാവും. അതുകൊണ്ട് ഞാൻ പുറത്തെ കാര്യങ്ങൾ നോക്കിക്കോളാം. ചന്ദ്രമ്മ ഇവിടുത്തെ പാചക കാര്യങ്ങൾ നോക്കിയാൽ മതി. അവിടെ തന്നെ ഇവളുടെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചന്ദ്രമ്മയോട് കോളേജിലെ കഥകളൊക്കെ പറയാറില്ലേ, ആ കഥകളിലെ വില്ലത്തിയായി ദക്ഷ. ചിന്നു പറഞ്ഞതാ ശരി. നീ മുറ്റത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം.